നമസ്കാരം. അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടിയുടെ കാലമാണെന്ന് തോന്നുന്നു. അമേരിക്ക സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല റഷ്യയ്ക്ക് യുഎന്നിൽ നിന്നും പിന്തുണ കിട്ടുമെന്ന്. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ റഷ്യക്കെതിരായി ഉക്രൈനും യൂറോപ്യൻ യൂണിയനും അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് ലഭിച്ച വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. ഉക്രൈനും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി അവതരിപ്പിച്ച റഷ്യൻ വിരുദ്ധ പ്രസ്താവനയ്ക്ക് 193 അംഗരാജ്യങ്ങളിൽ 36 രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഇത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കുറഞ്ഞ പിന്തുണ കേവലം ഒരു നയതന്ത്ര തിരിച്ചടി എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ ചില പ്രധാന പ്രവണതകളെ കൂടിയാണ് എടുത്തു കാണിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കലാസും ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഗയും ചേർന്നാണ് ഈ രേഖ അവതരിപ്പിച്ചത്. റഷ്യയുടെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ആഗോള സമൂഹത്തോട് ഇത് ആവശ്യപ്പെടുകയും ഉക്രൈന്റെ അന്താരാഷ്ട്ര അംഗീകൃത അതിർത്തിയിലേക്കുള്ള പ്രാദേശിക അഖണ്ഡതയെ പിന്തുണയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ അവതരിപ്പിച്ച രേഖ. പക്ഷേ ഈ സംയുക്ത പ്രസ്താവനയെ ഹംഗറി ഒഴികെയുള്ള 26 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും അൽബനേനിയൻ, അൻഡോറ, ഓസ്ട്രേലിയ, ബോസ്നിയ ആൻഡ് ഹെർസനഗോവിന, കാനഡ, ജപ്പാൻ, മൊണാക്കോ, ന്യൂസിലാൻഡ്, നോർവേ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളും മാത്രമാണ് അംഗീകരിച്ചത്. ബാക്കിയുള്ള രാജ്യങ്ങൾ പ്രസ്താവനയെ അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയോ മനഃപൂർവ്വം വിട്ടുനിൽക്കുകയോ ആണ് ഉണ്ടായത്. പാശ്ചാത്യ സഖ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു വിടവാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ യൂറോപ്യൻ പൊതുസഭയിൽ റഷ്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ 140-ലധികം രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ നിലവിൽ 36 രാജ്യങ്ങളുടെ പിന്തുണ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലും അമേരിക്ക, കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ സഖ്യകക്ഷികളിലുമാണ് ഒതുങ്ങിയത്. ഇത് വ്യക്തമാക്കുന്നത് ഉക്രൈനെ കരുവാക്കി റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങളെ സ്പോൺസർ ചെയ്ത സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതും ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നത് തന്നെയാണ് സത്യം. സംഘർഷഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് എന്നും അവർ തിരിച്ചറിയുന്നു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ റഷ്യയുമായി സൈനിക, ഊർജ, സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. പാശ്ചാത്യങ്ങളുടെ താല്പര്യങ്ങൾ, അതായത് പാശ്ചാത്യരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് റഷ്യയെ തള്ളിക്കളയാൻ അവർ തയ്യാറായില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനുള്ള മർമ്മം നോക്കിയുള്ള ഒരു അടി കൂടിയാണ് ഈ വന്നിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം പ്രയോഗിക്കുന്നു എന്നൊരു വിമർശനം പൊതുവെ രാജ്യങ്ങൾക്കിടയിലുണ്ട്. ഇത് കാരണം ഉക്രൈൻ വിഷയത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ നീക്കങ്ങളെ ഇവർ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് അമേരിക്കയുടെ നിലപാടിൽ നിന്നും വന്നിട്ടുള്ള നയതന്ത്രപരമായ മാറ്റമാണ്. ഉക്രൈന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ദാതാവായ അമേരിക്ക ഈ പ്രസ്താവനയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പാശ്ചാത്യ സഖ്യത്തിനുള്ളിലെ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നത്. റഷ്യയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും മാറി സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുന്ന ഒരു നയം അമേരിക്ക സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. ഫെബ്രുവരിയിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം റഷ്യ ആക്രമണകാരി എന്ന് മുദ്ര കുത്താതെ സംഘർഷം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തതും ഈ മാറ്റത്തെ സാധൂകരിക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായി വർദ്ധിച്ചു വരുന്ന അകലം കൂടിയാണ് അമേരിക്കയുടെ ഈ മാറ്റം വ്യക്തമാക്കുന്നത്. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ, യൂറോപ്യൻ നിലപാടുകൾ തമ്മിൽ രൂപപ്പെടുന്ന ഒരു അകലം ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയുമായി നേരിട്ട് ഇടപെടാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ യൂറോപ്യൻ സഖ്യകക്ഷികൾ സംശയത്തോടെയാണ് കാണുന്നത്. ഓന്തിന്റെ നിറം പോലെ തന്റെ പ്രകൃതമാണ് എന്ന് തെളിയിക്കുകയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന ട്രംപിന്റെ ഉക്രൈൻ പ്രീണിപ്പിക്കുന്ന പ്രസ്താവനകൾ. എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ഉക്രൈൻ പക്ഷത്തിന്റെ
നിലപാടുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഉക്രൈന് വലിയ ക്ഷീണം തന്നെയാണ് എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. റഷ്യയെ പൂർണ്ണമായും അപലപിക്കാൻ UN പൊതുസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നത് റഷ്യയ്ക്കൊരു നയതന്ത്ര വിജയമാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും വ്യാഖ്യാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റഷ്യയ്ക്ക് പറയാനുള്ളത് കൂടി ലോകരാജ്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതിൽ അലാസ്ക ഉച്ചകോടിക്ക് വലിയൊരു സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. ഉക്രൈൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയ്ക്ക് ലഭിച്ച കുറഞ്ഞ പിന്തുണ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ആഗോള സമവായം തകരുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. UN പോലുള്ള ബഹുരാഷ്ട്ര വേദികളിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം ദുർബലമാവുകയും റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലപ്രദമല്ലാതാവുകയും ചെയ്യുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര സാഹചര്യമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച